ഞങ്ങൾ ഇങ്ങനെ വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമായി. പക്ഷേ ഞങ്ങളുടെ ഔട്ട്ഡോർ സെറ്റിങ്സ് ഒക്കെ ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഞങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തതാണ് ഗാർഡൻ ഷെഡ്. കാരണം നമുക്ക് ഗാർഡൻ ഷെഡ് ഇല്ലാതെ നമ്മുടെ ഒത്തിരി സാധനങ്ങൾ ഈ ലോൺ മോവർ അതുപോലുള്ള കുറേ സംഭവങ്ങൾ വെക്കാൻ നമുക്കൊരു സ്പേസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാം കൂടെ അലമ്പായിട്ട് കിടക്കും. അപ്പോൾ ഗാർഡൻ ഷെഡ് എപ്പോഴും ഒരു മസ്റ്റാണ്. നമുക്ക് ഈ ഗാർഡൻ ഷെഡ് ബണ്ണിങ്സിൽ നിന്നും അതുപോലെ ഈസി ഷെഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വന്നിട്ട് വരുത്തിച്ചിട്ട് അസംബിൾ ചെയ്യാം. നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനാണെങ്കിൽ എങ്ങനെയായിരിക്കും, അതുപോലെ നമ്മൾ പ്രൊഫഷണലായിട്ട് ആളുകളെ വിളിച്ച് ചെയ്യാൻ എങ്ങനെയായിരിക്കും എന്നുള്ള രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് എയർ ടാസ്കർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ടെക്നോസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലും. ഇത് രണ്ടും നമ്മൾ ഇതിൻ്റെ അകത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്തപ്പോൾ, ഈ ഗാർഡൻ ഷെഡ് ചെയ്തപ്പം എല്ലാവരും ഫസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് പ്രോജക്റ്റും നമ്മൾ എന്ത് രീതിയിലുള്ള ബിൽഡിങ്സ് ആണെങ്കിലും നമ്മൾ നമ്മുടെ കൗൺസിലിൻ്റെ ഗൈഡ് ലൈൻസ് നോക്കണം, കൗൺസിലിൻ്റെ പെർമിഷൻ എടുക്കണം. 3x3 വരെയുള്ള കൺസ്ട്രക്ഷന് ആക്ച്വലി കൗൺസിൽ പെർമിഷൻ വേണ്ട ഓൾ ഓസ്ട്രേലിയയിൽ. പക്ഷേ ഡിഫറെൻറ്റ് കൗൺസിലിന് ഡിഫറെൻറ്റ് റൂൾസ് ആണ്. ഫോർ എക്സാമ്പിൾ Gladstone ഏത് ചെറിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ചെയ്താലും, എത്ര ചെറുതാണെങ്കിലും കൗൺസിലിൻ്റെ പെർമിഷൻ വേണം. കാരണം ഇവിടെ സൈക്ലോൺ റേറ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഏത് ചെറിയ കൺസ്ട്രക്ഷനും അത് വേണം. നമ്മൾ ഡ്രോയിങ് ഒക്കെ വരച്ച് നമ്മളൊരു കൗൺസിൽ പെർമിഷൻ എടുത്തിട്ട് വേണം ബിൽഡിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഞങ്ങളിത് ഈസി ഷെഡ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ടീമിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഷെഡ് നമ്മൾ വാങ്ങിയത്. ഈ ഷെഡ് നമ്മൾ വാങ്ങിയിട്ട് നമ്മളത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ വിളിച്ചു. അവരെ നമ്മൾ എയർ ടാസ്കർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വഴിയാണ് കണ്ടെത്തിയത്. പിന്നെ കോൺക്രീറ്റ് നമ്മൾ ഇവിടെ ഒരു കോൺക്രീറ്റ് നോർമലി ചെയ്യുന്ന ഒരു ടീമിനെ കൊണ്ട് ബേസ്മെന്റ് കോൺക്രീറ്റ് ബേസ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ മേളിൽ ഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എയർ ടാസ്കറിനെ പരിചയപ്പെടുന്നത്. എയർ ടാസ്കർ എന്ന് പറയുന്ന സംഭവത്തിൽ നമുക്ക് നമ്മുടെ ജോബ് ആ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമുക്ക് അതിൽ പോസ്റ്റ് ചെയ്യാം. ഞങ്ങളുടെ ടാസ്ക് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാനുണ്ട്. ഈവൻ ഹോംവർക്ക് ചെയ്യാൻ വരെയുള്ളവർ അതിൻ്റെ അകത്ത് ടാസ്ക് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ഇത് ചെയ്തു തരാൻ താല്പര്യമുള്ളവർ ഈ ജോലി ഏറ്റെടുക്കാം, ഞങ്ങളുടെ ബഡ്ജറ്റ് ഇത്രയാണ്, ഈ ബഡ്ജറ്റിന് ഈ വർക്ക് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നവർ പ്ലീസ് ഡു ഇറ്റ് എന്നും പറഞ്ഞിട്ട്. അപ്പം നമ്മൾ നമ്മുടെ ടാസ്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടാസ്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒത്തിരി ടാസ്ക് മാൻസ് അതിൻ്റെ അകത്ത് അത് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ അല്ലെങ്കിൽ അത് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒത്തിരി പേര് നമുക്ക് ഓഫറുമായിട്ട് തിരിച്ചു വരും. നമ്മൾ പറയുന്നത് ചിലപ്പോൾ $250 ഒരു ടാസ്ക്കാണ് നമ്മൾ ഇടുന്നതെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളോട് ബാർഗെയിൻ ചെയ്യും, ഞങ്ങൾ 300 ചെയ്യാം എന്ന് പറയും. അപ്പം നമുക്ക് രണ്ടുപേർക്കും ഒക്കുന്ന ഒരു ഇതിൽ നമുക്ക് അവരുമായിട്ട് കോൺട്രാക്ട് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ ജോബിന്റെ ടാസ്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഇന്നതാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇൻ കേസ് അവർ ആ രീതിയിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ ചെയ്തു തന്നില്ലെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഈ ടാസ്ക് ചെയ്തയാള് ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കും, ഞങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പേയ്മെന്റ് റിലീസ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ പേയ്മെന്റ് റിലീസ് ചെയ്യുമ്പോൾ അവർ നമ്മളോട് ടാസ്ക് പ്ലാറ്റ്ഫോം ചോദിക്കും, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, പേയ്മെന്റ് റിലീസ് ചെയ്യാൻ പറ്റുമോ. അങ്ങനെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുമ്പോൾ മാത്രം ഈ പേയ്മെന്റ് അവർക്ക് കൊടുത്താൽ അത് വലിയൊരു ഗ്യാരണ്ടി അല്ലേ. കാരണം നമ്മൾ ഓസ്ട്രേലിയയിൽ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ഒരു ടഫാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ ആരെ കൊണ്ട് ഇത് ചെയ്യിക്കുമെന്നും പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ആളെ കണ്ടുപിടിക്കാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ, അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് പണി ചെയ്ത് തീർക്കുന്ന ആൾ, അങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എയർ ടാസ്കർ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. അതിൽ നമുക്ക് ജോബ് ടാസ്ക് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് പറയണം. ഇൻ കേസ് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഡാമേജോ അല്ലെങ്കിൽ നമ്മുടെ ഈ ടാസ്കിന്റെ ഇടയിൽ നമ്മുടെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡാമേജസ് വരുവാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഈ ടാസ്കർ വഴി. അതൊരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഞാൻ ആക്ച്വലി ഈസി ഷെഡിന്റെ ഈ വർക്കിന് ആ സമയത്താണ് ആ ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെട്ടത്. അപ്പം ആളുകൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലുള്ളവർക്ക്. അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ സ്വന്തമായിട്ട് വേണമെങ്കിലും ചെയ്യാം. സ്വന്തമായിട്ട് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ആളുകളുടെ ഹെൽപ്പ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറേ വർക്ക്സ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. കുറേ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്താലേ ഇവിടെ ഓസ്ട്രേലിയയിൽ നമുക്ക് മുതലാവുള്ളൂ. കാരണം പ്രൊഫഷണൽ സർവീസസിന് നല്ല പൈസയാവും. അപ്പോൾ കുറേ കാര്യങ്ങൾ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ടെക്നോസ്ട്രേലിയ എന്ന് പറയുന്ന പേജ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ തന്നെ സുഹൃത്ത് ഇവിടെ മെജോപോള് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് സ്റ്റാർട്ട് ചെയ്ത ഫേസ്ബുക്ക് പേജാണ്. അതിൻ്റെ അകത്ത് ഒത്തിരി പ്രോജക്ട്സ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ പ്രോജക്ട്സ് പുള്ളി പരിചയപ്പെടുത്തുന്നുണ്ട്, എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത്. ഒത്തിരി വീഡിയോസ് അതിൻ്റെ അകത്തുണ്ട്. പുള്ളി അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആളുടെ ഒരു ഞാൻ പരിചയപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ബണ്ണിങ്സിലും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഔട്ട്ഡോർ അല്ലെങ്കിൽ
കൂടുതൽ നമ്മുടെ ആക്ടിവിറ്റീസിലും നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒത്തിരി കാര്യങ്ങളുള്ള സ്ഥലമാണ് ബണ്ണിങ്സ്. അപ്പോൾ ബണ്ണിങ്സിലുള്ള പ്രോഡക്ട്സ് നമ്മുടെ ഒരു മലയാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഉപകാരപ്പെടുത്താം എന്നുള്ള കറക്റ്റ് ഐഡിയ മെജോപോളിനുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പേജ് ഫോളോ ചെയ്യുക. സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ എയർ ടാസ്കർ എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യേണ്ട ടാസ്കുകൾ നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് വിഷ് യു ഹാപ്പി ന്യൂ ഇയർ.